നമസ്കാരം. ശരിക്കും ഡൊണാൾഡ് ട്രംപ് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണോ? യുദ്ധത്തിനായി ട്രംപ് നൽകിയ സമയം 6 ആഴ്ചയാണ്. ഇത് പ്ലാൻ ചെയ്ത് നടപ്പാക്കി തിരിച്ചു പോകുന്ന സമയം. 5-ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടന്നിരിക്കുന്നു. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ, നേരത്തെ നൽകിയ സമയം കഴിയുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമോ? അതേസമയം ഈ ആലോചനയ്ക്ക് അപ്പുറത്ത് വിപുലമായ കരയുദ്ധത്തിനുള്ള നീക്കം US നടത്തുന്നുണ്ട്. അത് പിന്നെന്തിനാണ്? US സൈന്യത്തെ സ്വാഗതം ചെയ്ത് ഇറാൻ സമാന്തരമായി വീഡിയോയും പുറത്തിറക്കി. നമ്മുടെ കരയിലേക്ക് വാ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇറാൻ യുദ്ധത്തിലെ ഒടുവിലത്തെ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. ആകെ കൺഫ്യൂഷനായി കിടക്കാണല്ലോ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കാതെ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം ട്രംപ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകളിൽ ഒന്നാമതായി നമ്മൾ നോക്കുന്നത്. ഹോർമുസ് കടിച്ചു തൂങ്ങി മുന്നോട്ട് പോയാൽ യുദ്ധം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങും എന്നും ഇറാൻ അയയുന്ന സാഹചര്യം ഇല്ലാത്തതിനാൽ ഹോർമുസ് തുറക്കാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നു ട്രംപ് എന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹോർമുസ് തുറക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആലോചിക്കുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾസ്ട്രീറ്റ് ജേർണൽ തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം 6 ആഴ്ചക്കകം അവസാനിപ്പിക്കണമെന്നായിരുന്നു ട്രംപിന്റെ പദ്ധതി. അതിനിടയിൽ ഇറാനിൽ ഭരണമാറ്റം, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തകർക്കുക, നിലവിലെ ഇറാൻ നേതൃത്വത്തിന്റെ ഉന്മൂലനം, ഇങ്ങനെ ഇവയിലൂടെ ഇറാനെ വരുതിയിലാക്കുക, ഇതായിരുന്നു പദ്ധതി. പരമോന്നത നേതാവിനെ വധിച്ചു ആദ്യം, ഉന്നത ഉദ്യോഗസ്ഥരെയും പിന്നാലെ വധിച്ചു. ഇറാന്റെ ഭരണകൂടത്തിൽ പക്ഷേ ഒരു ചലനവും ഉണ്ടായില്ല. US കടന്നു കയറാനേ കഴിഞ്ഞില്ല. സൈനികമായി വമ്പൻ ആക്രമണങ്ങൾ നടത്തി US ഇസ്രായേലും ക്ഷീണിച്ചു. ആയുധക്ഷാമം വരെ US പിടികൂടി. ഇറാൻ കോട്ട കെട്ടിയതുപോലെ നിന്നു പൊരുതി. ഹോർമുസിലെ ഇറാൻ നീക്കം ആഗോളതലത്തിൽ തന്നെ US സമ്മർദ്ദമാവുകയും ചെയ്തു. യുദ്ധമാണെങ്കിലോ ഇപ്പോൾ 1 മാസം പിന്നിട്ടു. 5-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിട്ടും ലക്ഷ്യത്തിൻ്റെ 7 അയലത്ത് എത്തിയില്ല എന്നത് മാത്രമല്ല, ആകപ്പാടെ അമേരിക്കയുടെയും ട്രംപിൻ്റെയും കാര്യം അലമ്പാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വൈറ്റ് ഹൗസ് ചർച്ച ചെയ്യുന്നത് എന്നാണ് സൂചനകൾ. അനിശ്ചിതത്വത്തിലേക്ക് യുദ്ധം കടന്നാൽ അത് US മുച്ചൂടും ബാധിക്കും. ഇപ്പം തന്നെ സാമ്പത്തിക അവസ്ഥ ദയനീയമാണ്. അതുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക എന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഈ സാഹചര്യത്തിൽ 10 ദിവസത്തെ ഇടവേള ട്രംപ് നൽകിയിട്ടുണ്ടല്ലോ, ഏറ്റവും ഒടുവിൽ ഹോർമുസിനെ മുൻനിർത്തി. അത് ആ 10 ദിവസം കഴിയുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇറാനെ മാക്സിമം സമ്മർദ്ദത്തിലാക്കുക, അങ്ങനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണത്രേ ട്രംപിൻ്റെ പദ്ധതി. സമാധാന ചർച്ചകൾക്ക് സമാന്തരമായി കരയുദ്ധം അടക്കമുള്ള ഭീഷണി മുന്നോട്ട് വെക്കുകയും ചർച്ചകളിൽ സമ്മർദ്ദത്തിലൂടെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് തന്ത്രം എന്നാണ് വാർത്തകൾ. ഇറാനെതിരെയുള്ള സൈനിക നടപടി 4 മുതൽ 6 വരെ ആഴ്ചക്കുള്ളിൽ അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ നിലപാട് കടുപ്പിച്ച് രംഗത്ത് നിൽക്കുന്നു. ഹോർമുസ് ഇറാന്റെ അവസാനത്തെയും പ്രധാനപ്പെട്ടതുമായ പിടിവള്ളിയാണ്. അതിൽ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് കരുതാൻ പറ്റില്ല. ട്രംപിന്റെ 15 ഇന സമാധാന നിർദ്ദേശങ്ങളിലും ഹോർമുസ് ഒരു പ്രധാന വിഷയമാണ്. ഇറാനെതിരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ആക്രമണവും യുദ്ധവും ഒക്കെ അരങ്ങേറിയിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാനായതും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് കാരണമാക്കാൻ പറ്റിയതും ഹോർമുസിലുള്ള നിയന്ത്രണമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇറാൻ ഹോർമുസ് നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഒരു വിധത്തിലും തയ്യാറാകില്ല. ഹോർമുസ് പിടിക്കാൻ വന്നാൽ യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം കാണേണ്ടി വരും എന്ന് ഇറാൻ നിലപാടെടുത്തതും ട്രംപിനെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നാണ് വാൾസ്ട്രീറ്റ് ജേർണലിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സമ്മർദ്ദം ചെലുത്തി ഹോർമുസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ യുദ്ധം നീളും എന്ന ട്രംപിൻ്റെ നിരീക്ഷണവും ഇതുമായി ചേർത്ത് വായിക്കണം. ഇറാന്റെ മിസൈൽ ശേഷിയും മിസൈൽ ശേഖരവും നശിപ്പിക്കുകയും യുദ്ധ നടപടികൾ ക്രമേണ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് US മുന്നിലെ ഇപ്പോഴത്തെ മാർഗം. അതിനിടയിൽ ഹോർമുസിൽ സ്വതന്ത്ര വ്യാപാരം ഉറപ്പാക്കാനായി ഇറാനുമേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയും വേണം. അതിനായി യൂറോപ്പിലെയും GCC രാജ്യങ്ങളിലെയും സഖ്യകക്ഷികളെ അണിനിരത്താനും ആലോചിക്കും. അതുവഴി യുദ്ധാനന്തരം സമയമെടുത്ത് ഹോർമുസ് തുറപ്പിക്കാം എന്നും ട്രംപ് പറഞ്ഞതായി വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾക്കായുള്ള നീക്കങ്ങളിൽ പ്രധാനപ്പെട്ട നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് 2-ാമത്തെ കാര്യം. സമാധാനത്തിനായുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾ അവരുടെ അമേരിക്കൻ ബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇറാൻ സംശയാസ്പദമായി കണ്ടിരുന്നു. ആ പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളായി മാറിയില്ല. ഇറാൻ ഈ മട്ടിൽ പാകിസ്ഥാനെ കണ്ടതിൻ്റെ തുടർച്ചയായി അവരുടെ ട്രംപുമായുള്ള കമ്മ്യൂണിക്കേഷനും ട്രംപിന് 10 കപ്പലുകൾ വിട്ടുകൊടുത്തു എന്നുള്ള പാകിസ്ഥാന് വിട്ടുകൊടുത്ത കപ്പൽ ട്രംപിൻ്റെതായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തത് സംശയകരമായി. അങ്ങനെ പാകിസ്ഥാൻ്റെ നീക്കം ഇറാൻ സംശയകരമായി കണ്ടു. ആ നീക്കം പരാജയപ്പെടുന്ന അവസ്ഥയിലായി. എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിൻ്റെ ചൈനീസ് സന്ദർശനത്തിനിടെ പശ്ചിമേഷ്യൻ സമാധാനം ചർച്ചയായി. മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിനായുള്ള 5 നിർദ്ദേശങ്ങൾ സംയുക്തമായി അവർ രൂപപ്പെടുത്തി
ഓർമ്മപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ. US-ഉം ഇറാനും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അതിനിടയിൽ സമാധാനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്നാണ് ഇഷാഖ് ദറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലെ ധാരണ. സമാധാനത്തിനായി ഇനിയും ശ്രമങ്ങൾ നടത്തുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും ഇറക്കി. ചൊവ്വാഴ്ചത്തെ യോഗത്തിന് ശേഷമുള്ള പ്രസ്താവനയിൽ പാകിസ്ഥാനും ചൈനയും സംയുക്തമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നും ഉപരോധിക്കപ്പെട്ട കടലിടുക്കുൾപ്പെടെയുള്ള ജലപാതകളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും സംയുക്തമായി ആവശ്യപ്പെട്ടു. അതിനിടെ ആയുധങ്ങളുമായി പോകുന്ന വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ച് ഫ്രാൻസ് രംഗത്തെത്തിയത് മൂന്നാമത്തെ പ്രധാന സംഭവമാണ്. US-ഇസ്രായേൽ സേനയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയായി. ഇസ്രായേലിനുള്ള ആയുധങ്ങളുമായി പോകുന്ന US യുദ്ധ വിമാനങ്ങൾക്ക് ഫ്രാൻസ് വ്യോമപാത നിഷേധിച്ചു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിനായി വ്യോമപാത ഉപയോഗിക്കാനാകില്ലെന്ന നിലപാട് ഫ്രാൻസ് കൈക്കൊണ്ടു എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം US നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും വ്യോമപാത നിഷേധിക്കുന്നത് ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു നിഷേധ സമീപനം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇതിനിടെ ഫ്രഞ്ച് വിമാന കമ്പനിയായ എയർ ഫ്രാൻസ് ഇസ്രായേലിലേക്കുള്ള വിമാനയാത്രാ നിരോധനം ഏപ്രിൽ 19 വരെ നീട്ടി. യുദ്ധ സാഹചര്യത്തിൽ യാത്ര സുരക്ഷിതമല്ലെന്ന വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്ത യൂറോപ്യൻ രാജ്യങ്ങളോടക്കം ഇന്ധന പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് ട്രംപ് നടത്തിയ രോഷപ്രകടനം ഇതിനോട് ചേർത്ത് വായിക്കണം. സഹകരിക്കാത്ത രാജ്യങ്ങളോടുള്ള രോഷപ്രകടനം. ഇന്ധന പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ സ്വന്തം കാര്യം സ്വയം നോക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനെതിരായ നീക്കത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെട്ടപ്പോൾ തയ്യാറാകാത്തവർക്കുള്ള എൻ്റെ നിർദ്ദേശമാണിത്. UK പോലുള്ള രാജ്യങ്ങൾ നിഷേധാത്മക നിലപാടാണ് എടുത്തത്. അവർക്ക് മുന്നിൽ 2 നിർദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, US-ന് ധാരാളം ഇന്ധനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഞങ്ങളിൽ നിന്ന് വാങ്ങാം. 2, ധൈര്യം സംഭരിച്ച് ഹോർമൂസ് കടലിടുക്കിലേക്ക് പോയിട്ട് അവിടുന്ന് കപ്പലുകൾ പിടിച്ചെടുക്കുക. സുരക്ഷയൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ വിചിത്രമായ പ്രതികരണം. ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫ്രാൻസും തങ്ങളുടെ നിലപാടുമായി വന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ പ്രതികരണം ഇതുമായി ചേർത്ത് വായിക്കണം. സമാധാന ചർച്ച ഒരു വഴിക്ക് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആക്രമണം കടുപ്പിക്കുന്നുണ്ട് US-ഉം ഇസ്രായേലും. മാത്രമല്ല, ഇറാന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ നോട്ടമിട്ടിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതാണ് 4ാമത്തെ കാര്യം. ഇറാന്റെ സായുധ സേനയുടെ ബജറ്റ് ധനകാര്യ മേധാവി ജംഷിദ് ഇഷാഖിയെ ഇസ്രായേൽ US സേന വധിച്ചത് വലിയ ഇറാന്റെ രോഷത്തിന് കാരണമായി. നേതാക്കളെ ലക്ഷ്യം വെക്കുന്നത് പാളിയതോടെ ഉദ്യോഗസ്ഥരെ കൊല്ലാനാണ് US-ഉം ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനിയും ഇത്തരം നീക്കം നടത്തിയാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പായി ഇറാൻ രംഗത്തെത്തി. ഇറാന്റെ നേതാക്കളെ ലക്ഷ്യമിടുന്നത് US-ഉം ഇസ്രായേലും തുടർന്നാൽ ഏപ്രിൽ 1 മുതൽ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ US-ന്റെ ടെക് കമ്പനികളെല്ലാം ആക്രമിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ഓരോ വധത്തിനും ഞങ്ങൾ പകരം ചോദിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ കമ്പനികളുടെ ഓരോ യൂണിറ്റുകളുടെ നാശവും പ്രതീക്ഷിക്കണം. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികളും AI കമ്പനികളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാനിൽ നടത്തുന്ന ഓരോ ഭീകരവാദ പ്രവർത്തനത്തിനും പകരമായി ഈ കമ്പനികളുടെ കേന്ദ്രം ആക്രമിക്കും എന്നാണ് IRGCയുടെ തീരുമാനം ഉദ്ധരിച്ച് പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഉദ്യോഗസ്ഥരെ വധിച്ചാൽ തങ്ങൾ ആക്രമിച്ചേക്കാവുന്ന 18 കമ്പനികളുടെ പട്ടിക IRGC പുറത്തുവിടുകയും ചെയ്തു. ജീവൻ സംരക്ഷിക്കണമെങ്കിൽ തൊഴിലിടങ്ങൾ വിടാൻ ജീവനക്കാരോട് ഈ സ്ഥാപനങ്ങളിൽ നിന്നും പോയിക്കൊള്ളാൻ നിർദ്ദേശിച്ചു. US-ഇസ്രായേൽ ആക്രമണം ആരോഗ്യ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അനസ്തെറ്റിക് അർബുദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഇറാന്റെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ ടോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗ് വ്യോമാക്രമണം നടത്തി തകർത്തു. കമ്പനികളുടെ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് കേടുപാടുകൾ പറ്റി. ഇറാനിയൻ സർക്കാരിന് കീഴിലുള്ള സാമൂഹിക സുരക്ഷാ നിക്ഷേപ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് ടോഫിക്ക്. UN ഉപരോധം മൂലം മരുന്ന് ക്ഷാമം കടുത്തപ്പോഴാണ് ഇറാൻ സ്വയം മരുന്ന് നിർമ്മാണം എന്ന വഴി സ്വീകരിച്ചത്. ഫാർമ മേഖലയിൽ അവർ തന്നെ ഉൽപ്പാദനം നടത്തി US ഉപരോധത്തെ പ്രതിരോധിച്ചു നിൽക്കുകയായിരുന്നു. US ഉപരോധത്തിലും ആരോഗ്യ മേഖലയിൽ ഇറാൻ പിടിച്ചു നിൽക്കുന്നത് നേരത്തെ തന്നെ ട്രംപിനെയും നെതന്യാഹുവിനെയും പ്രകോപിപ്പിച്ചിരുന്നു. യുദ്ധത്തിന്റെ മറവിൽ ഇപ്പോൾ ആ മേഖലയിലെ നിർണായകമായ കരുത്ത് ഇല്ലാതാക്കാനാണ് US-ഇസ്രായേൽ ശ്രമം. 5ാമതായി, ട്രംപ് ഒരു ഭാഗത്ത് യുദ്ധത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് ഒക്കെ പറയുകയും അപ്പുറത്ത് കൊടുമ്പിരിക്കൊണ്ട് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം, ഭീഷണി ഉയർത്തുന്ന സാഹചര്യവും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി കരയുദ്ധത്തിനായുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. ഇറാൻ യുദ്ധത്തിൽ വരും ദിവസങ്ങൾ നിർണായകമാണ്. ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സെയ്ത്ത് രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാകും.
ഇറാന് ഇക്കാര്യം അറിയാം. സൈനികമായി അതിലൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പീറ്റ് ഹെക്സെയ്ത്തിന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിലെ US സൈനികരെ വാരാന്ത്യത്തിൽ സന്ദർശിച്ച കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. US കരസേന യുദ്ധത്തിന്റെ ഭാഗമാകുമോ എന്ന സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് പീറ്റ് ഹെക്സെയ്ത്തിന്റെ പ്രതികരണം. എന്തു ചെയ്യും ചെയ്യില്ല എന്നെല്ലാം എതിരാളികളോട് പറയുന്ന പക്ഷം നിങ്ങൾക്ക് യുദ്ധത്തിൽ പോരാടി ജയിക്കാനാകില്ല. ആവശ്യമെങ്കിൽ അത്തരം സാധ്യതകൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത് ചെയ്യേണ്ടി വന്നേക്കില്ല. ചിലപ്പോൾ ചർച്ചകൾ ബലം കണ്ടേക്കാം. ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ട്. അത് ശക്തി പ്രാപിക്കുമെന്നാണ് കരുതുന്നത് എന്ന പ്രതീക്ഷയും പീറ്റ് ഹെക്സെയ്ത്ത് നൽകി. കരയുദ്ധത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് പാരാച്യൂട്ടുകൾ വഴി കരയിൽ ഇറങ്ങി ആക്രമണം നടത്താൻ ശേഷിയുള്ള US കരസേനയുടെ 82ാമത്തെ എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാ ട്രൂപ്പുകൾ പശ്ചിമേഷ്യയിലെത്തി. ഇറാന്റെ പ്രധാന കേന്ദ്രമായ എണ്ണ കയറ്റുമതി കേന്ദ്രം ഖാർഗ് പിടിച്ചെടുക്കാനാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ മേഖലയിലെ 2500 മറീനുകൾ US വിന്യസിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കരയുദ്ധത്തിലേക്ക് US കടക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ US സേനയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇറാന്റെ വീഡിയോ പുറത്തിറക്കി. ഇറാൻ കമാൻഡോകൾ, ആയുധങ്ങളുടെ ഉപയോഗം, സാഹസിക നീക്കങ്ങൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയിൽ ഇറാൻ കരുത്തരാണ് എന്നും US സേനയുടെ വരവിനായി കാത്തിരിക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നു. ഇറാന്റെ കരസേന സജ്ജമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് പ്രസ് TVയുടെ റിപ്പോർട്ട്. കരയുദ്ധത്തിന് US തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സമ്പൂർണ്ണമായി കരയുദ്ധ നീക്കം ഇറാനിൽ US-നെ സംബന്ധിച്ച് പ്രായോഗികമല്ല. ഇറാന്റെ മണ്ണിലിറങ്ങി അവരോട് യുദ്ധം ചെയ്ത് തിരിച്ചു പോവുക സാധ്യമല്ല. US-ന്റെ അന്തസ്, ലോകം മുഴുവൻ ആക്രമിച്ച് നടന്ന് അവരുണ്ടാക്കിയ ലോക പോലീസ് നാട്യം ഒക്കെ അപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമാകും. ഇപ്പൊ തന്നെ അതിന് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമ നാവികസേനാ ശക്തി എന്ന നിലയിൽ ഇറാന്റെ കരുത്തിനെ ദുർബലമായിട്ടാണ് യുദ്ധ നിരീക്ഷകർ പോലും വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇതുവരെ അവർ തിരിച്ചടികൾ നടത്തിയത് ലോകം പ്രതീക്ഷിച്ച നിലയിലല്ല. അമേരിക്കയും ഇസ്രായേലിനെയും അപേക്ഷിച്ച് അത്രത്തോളം പരിമിതമായ സൈനിക ശക്തി ആയിരുന്നിട്ട് കൂടി. എന്നാൽ അവരുടെ ഇച്ഛാശക്തി കൊണ്ടും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടുമാണ് പിടിച്ചിരുന്നത്. ഈ വ്യക്തമായ കരുത്ത് പ്രകടിപ്പിക്കാൻ ഇറാന് കെൽപ്പുള്ള കരയുദ്ധം കൂടി വന്നാൽ പക്ഷേ US-ന് കൈ പൊള്ളുന്ന അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് വ്യോമ നാവികസേനയെ സംയോജിപ്പിച്ചിട്ടുള്ള കരയുദ്ധം എന്ന് പ്രത്യേകമായി അവർ പദ്ധതിയിടുന്നത്. ചുരുക്കത്തിൽ ട്രംപിന് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം. സമാധാനത്തിനായി പറഞ്ഞ ഇടവേള തീരുമ്പോഴേക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനായി സകല സമ്മർദ്ദങ്ങളും ഭീഷണികളും ഉയർത്തുകയാണ്. അതിൻ്റെ ഭാഗം മാത്രമാണ് കരയുദ്ധ നീക്കം എന്നാണ് വിലയിരുത്തൽ. പെട്ടുപോയ യുദ്ധത്തിൽ നിന്ന്, ഇറാന്റെ തിരിച്ചടികളിൽ നിന്ന് നാണക്കേട് മറച്ചുവെച്ചുകൊണ്ട് തടി കൈച്ചലാക്കാനുള്ള നീക്കം. എന്നാൽ ചതിയുടെ ചാമ്പ്യന്മാരാണ്. അതുകൊണ്ട് മനുഷ്യത്വമോ നയതന്ത്രമോ രാജ്യങ്ങളുടെ മര്യാദയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. എല്ലാം വേഷം കെട്ടലുകളാണ്. ആ തിരിച്ചറിവാണ് ഇറാന്റെയും വിജയം. യുദ്ധം എങ്ങനെ അവസാനിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.